morning. Today we are going to discuss discharge through an open channel. ഓപ്പൺ ചാനലിലൂടെയുള്ള ഡിസ്ചാർജിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓപ്പൺ ചാനലിലൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതിന് ഓൾഡസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു ഫോർമുലയാണ് ചെസീസ് ഫോർമുല. ടുഡേ വി ആർ ഡൂയിങ് ദി ഡെറിവേഷൻ ഓഫ് ചെസീസ് ഫോർമുല. നമ്മൾ ഓൾറെഡി ചെസീസ് ഫോർമുല പരിചയപ്പെട്ടിട്ടുണ്ട്. ഫ്ലോ ത്രൂ പൈപ്സിലെ ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്നതിന് ചെസീസ് ഫോർമുല യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഒരു ചാനൽ സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്, എ ബി എന്നുള്ള ചാനൽ സെക്ഷന്. ഈ ചാനൽ സെക്ഷന്റെ ലെങ്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാനൽ ബെഡിന്റെ ഹൊറിസോണ്ടലുമായിട്ടുള്ള ഇൻക്ലിനേഷന് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. ഫ്രീ സർഫസും മാർക്ക് ചെയ്തിട്ടുണ്ട്. I is the bed slope of channel. ചാനലിന്റെ ബെഡ് സ്ലോപ്പ് ആണ് I. F dash frictional resistance at unit area at unit velocity. F dash ഓൾറെഡി നമ്മൾ ഫ്രോഡ്സ് എക്സ്പെരിമെന്റിന്റെ റിസൾട്ടിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. P1 P2 പ്രഷേഴ്സ് ആണ് അഥവാ ഫോഴ്സസ് ആണ് ഓൺ ദി സെക്ഷൻസ് ഓഫ് വാട്ടർ കൺസിഡർ. നമ്മൾ കൺസിഡർ ചെയ്ത എ ബി സെക്ഷനിലുള്ള ഫോഴ്സസ് ആണ്, രണ്ട് സൈഡിൽ നിന്നുള്ള ഫോഴ്സസ് ആണ് P1 ഉം P2 ഉം. D depth of flow of water, HF head loss due to friction, A area of cross section of the channel and P is the wetted perimeter of the channel. ഈ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്, ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈക്വൽ ടു HF ബൈ L എന്ന് കിട്ടുന്നു. Sin theta is equal to HF by L when theta is very small. നമ്മുടെ തീറ്റ ഹൊറിസോണ്ടലുമായിട്ടുള്ള ബെഡിന്റെ ഇൻക്ലിനേഷൻ യൂഷ്വലി വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ തീറ്റ ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ടും ടാൻ തീറ്റ തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ടും എഴുതാൻ കഴിയും. Then we can write theta is equal to HF by L. HF by L നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണത്. ദാറ്റ് ഈസ് തീറ്റ is equal to HF by L is equal to I. ചാനലിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഫ്രോഡ്സ് എക്സ്പെരിമെന്റ് അനുസരിച്ച് ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെക്ഷൻ R is equal to F dash PL V raised to N ആയിരിക്കും. നമ്മൾ ഓൾറെഡി പൈപ്പ് ഫ്ലോയിൽ ഈ ഒരു ഇക്വേഷൻ പരിചയപ്പെട്ടിരുന്നു. F dash frictional resistance at unit area at unit velocity, P wetted perimeter, L length of this section, V velocity of flow. ചാനലിൽ യൂണിഫോം ഫ്ലോ ആണെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ P1 P2 പ്രഷേഴ്സ് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ അവിടെ ഉള്ളത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡയറക്ഷൻ ഓഫ് മോഷന്റെ ഡയറക്ഷനിലുള്ള വാട്ടർ വെയിറ്റിന്റെ കമ്പോണന്റിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിളില് വാട്ടറിന്റെ വെയിറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഈ വെയിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും. ഓക്കെ, സോ ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും W cos തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് അതായത് ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് W sin തീറ്റ ആയിരിക്കും. നോക്കൂ, ഈ തീറ്റ ഇൻക്ലിനേഷൻ വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ടല്ലേ, അതുകൊണ്ട് വെർട്ടിക്കൽ കമ്പോണന്റ് W cos തീറ്റ ആയിരിക്കും. നമ്മുടെ ഫ്ലോ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് W sin തീറ്റ ആയിരിക്കും. Then we can write W sin theta is equal to frictional resistance capital letter R. We have already studied specific weight or weight density is equal to weight by volume. From this, weight is equal to specific weight into volume. Instead of volume, we can substitute area of cross section into length. Then we can add an expression for weight W is equal to specific weight small letter w into area into length. ഈ ഒരു എക്സ്പ്രഷനിൽ W sin theta equal to R എന്നുള്ള എക്സ്പ്രഷനിൽ Wക്ക് പകരം നമുക്ക് WAL എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ തീറ്റ ഓൾറെഡി ഐന് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. സൈൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ആയിരുന്നു. തീറ്റ ഈസ് ഈക്വൽ ടു HF by L ആണ്. സോ തീറ്റ ഈക്വൽ ടു ഐക്ക് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് സൈൻ തീറ്റയ്ക്ക് പകരം I എന്ന് എഴുതാം. റെസിസ്റ്റൻസ് എന്തായിരുന്നു? ടോട്ടൽ റെസിസ്റ്റൻസ് F dash
PL B raised to N. ഇവിടെ ചാനലിൽ യൂഷ്വലി ടർബുലന്റ് ഫ്ലോ ആണ് ഉണ്ടായിരിക്കുക. അവിടെ എന്നിന്റെ വാല്യൂ 2 ആയിരിക്കും. അതുകൊണ്ടാണ് F'(PL)B² എന്ന് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും ലെങ്ത് ഉണ്ട്. ലെങ്ത് ക്യാൻസൽ ചെയ്യാം. Then WI is equal to F'(P). A ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. P/A(B²). From this WI is equal to F'(P/A) എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോളിക് മീൻ റേഡിയസിന്റെ റെസിപ്രോക്കൽ ആണ്. Then we can substitute 1/m into V². ഹൈഡ്രോളിക് മീൻ റേഡിയസ് m എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെക്റ്റഡ് പെരിമീറ്റർ. സോ P/A is equal to 1/m ആയിരിക്കും. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് V കണ്ടുപിടിക്കാം. V is equal to എന്തായിരിക്കും വരിക? √WIM divided by F'. പൈപ്പ് ഫ്ലോയുടെ കേസിൽ നമ്മൾ ഓൾറെഡി Chezy'S കോൺസ്റ്റന്റ് പരിചയപ്പെട്ടതായിരുന്നു. C is equal to എന്തായിരുന്നു? √W/F'. Then we can substitute instead of √W/F' as C. Then we can write V is equal to C into √MI. V കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിച്ചൂടെ? ഡിസ്ചാർജ് Q is equal to area of cross section into velocity ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പൺ ചാനലിന്റെ കേസിലുള്ള ഡിസ്ചാർജ് ആണ്. ഓപ്പൺ ചാനലിന്റെ കേസിലുള്ള ഡിസ്ചാർജിനുള്ള Chezy'S ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ഓൾഡസ്റ്റ് ഫോർമുലയാണ്. സെയിം ഫോർമുല നമ്മൾ പൈപ്പ് ഫ്ലോയിലും യൂസ് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.